ഹലോ കൂട്ടുകാരെ, ഞാൻ കിങ്ങിണി. ഇന്ന് നമുക്ക് രസകരമായ ഒരു കഥയിലൂടെ ഷേപ്സ് എന്താണെന്ന് പഠിച്ചാലോ? ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കൗതുകമേറിയ ഗ്രാമത്തിലേക്കാണ്. ഗ്രാമത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ആകൃതി ഗ്രാമം. അവിടെ വൃത്തങ്ങളും ത്രികോണങ്ങളും ചതുരങ്ങളും കൂട്ടുകാരായി ജീവിച്ചു. പക്ഷെ ഒരു ദിവസം വലിയൊരു കാറ്റ് അവരെ പരീക്ഷിച്ചു. എന്താണ് സംഭവിച്ചത്? വരൂ, നമുക്ക് കഥ കേൾക്കാം. ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു, ആകൃതി ഗ്രാമം. അവിടെ വൃത്തം, ത്രികോണം, ചതുരം, ദീർഘചതുരം എല്ലാവരും സുഖമായി ജീവിച്ചിരുന്നു. വൃത്തം റോളർ പോലെ ചുറ്റിക്കറങ്ങും. ത്രികോണം ടെന്റ് നിർമ്മിക്കും. ചതുരം പെട്ടികളായി മാറും. ദീർഘചതുരം വാതിലായിരിക്കും. എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം ആകാശത്ത് നിന്നൊരു വലിയ കാറ്റ് വീശി. ആകൃതി ഗ്രാമത്തിലെ എല്ലാ വീടുകളും തകർന്നുപോയി. എന്തു ചെയ്യാം, നമുക്ക് വീട് പുനർനിർമ്മിക്കണം എന്ന് വൃത്തം പറഞ്ഞു. പക്ഷേ അവൻ ഉരുണ്ടതുകൊണ്ട് കയറ്റം കെട്ടാൻ പറ്റിയില്ല. ഞാൻ ടെന്റ് കെട്ടാം, ത്രികോണം പറഞ്ഞു. പക്ഷേ ഒരാളെ മാത്രം ഒതുങ്ങും. ഞാൻ ഭിത്തിയാകും, ചതുരം പറഞ്ഞു. ഞാൻ വാതിലാകാം, ദീർഘചതുരം ചേർത്തു. അവിടെ നിന്നും അവർ ഒരുമിച്ച് ചേർന്നു. ചതുരം ഭിത്തിയായി, ദീർഘചതുരം വാതിലായി, ത്രികോണം മേൽക്കൂരയായി. അവരെല്ലാവരും ചേർന്ന് പുതിയൊരു വീട് പണിതു. വൃത്തം പുറത്ത് കറങ്ങി കറങ്ങി കാവൽക്കാരനായി നിന്നു. ആകൃതി ഗ്രാമം വീണ്ടും പുനർജനിച്ചു. എല്ലാവരും ഒത്തുചേർന്നാൽ എന്തും സാധിക്കാം. അങ്ങനെ വൃത്തവും ത്രികോണവും ചതുരവും ദീർഘചതുരവും ഒത്തുചേർന്ന് പുതിയ വീടൊരുക്കി. കുഴപ്പം തീർന്നു. ഗ്രാമം വീണ്ടും സന്തോഷത്തോടെ നിറഞ്ഞു. അവർ മനസ്സിൽ ഉറച്ചുവെച്ചു, ഞങ്ങൾ വ്യത്യസ്തരാണ്, പക്ഷേ ഒരുമിച്ചാൽ ഒന്നാം തരം ടീമാണ്. കുട്ടികളെ, നമുക്ക് എല്ലാവരെയും അംഗീകരിച്ച് ചേർന്ന് ജീവിക്കാൻ കഴിയുമല്ലോ. പിന്നെ നിങ്ങളെപ്പോലെ നല്ല സ്നേഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്കും ഒരു ആകൃതി ഗ്രാമം നിർമ്മിക്കാം. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? ഓരോ ആകൃതിയും തങ്ങളുടെ പ്രാധാന്യവും കഴിവുമുണ്ട്. ഒത്തുചേരുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സാധിക്കുന്നത്. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്